പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ ഈശോ മിശിഹായുടെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ച് അനുഗ്രഹം പ്രാപിക്കുക എന്നതിനെക്കുറിച്ചാണ്. യേശുവിൻ്റെ പീഡാനുഭവങ്ങൾ ധ്യാനിക്കുന്നതിന് വിലയുണ്ട്. നല്ല ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ച കാര്യമുണ്ട്. വളരെ കടുപ്പമായ പല വിഷയങ്ങളും ഒരാൾക്കും അത് സൊല്യൂഷൻ കൊടുക്കാൻ പറ്റാത്ത വിധമുള്ള കടുങ്കട്ടായ പല കൊടിയ പ്രശ്നങ്ങളോടുകൂടി ഇരിക്കുന്ന ദൈവമക്കൾ വരുമ്പോൾ ചിലപ്പോൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ സ്നേഹവായ്പോടെ ധ്യാനിച്ച് കുരിശിൻ്റെ വഴി ചൊല്ലി കുറച്ച് നാൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ആളുകൾ ചെയ്തു കഴിയുമ്പോൾ മാനസാന്തരം ഇല്ലാത്ത ജീവിത പങ്കാളിക്ക് വലിയ മാനസാന്തരം കർത്താവ് കൊടുക്കുന്നു. ദുർമാർഗത്തിലേക്ക് പോയ മക്കളെല്ലാം തിരിച്ചു വരുന്നു. നാടുവിട്ട് പോയവരെ കണ്ടുകിട്ടുന്നു. കുടുംബത്തിലെ വഴക്കുകളും കലഹങ്ങളും ശമിക്കുന്നു. വളരെ വലിയ വിടുതലുകൾ ദൈവജനത്തിന് മേൽ ചൊരിയപ്പെടുന്ന അനുഭവങ്ങൾ അനവധി കണ്ടിട്ടുണ്ട്. ഒരു ഉദാഹരണം ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് ദിഷ, ഹസ്ബൻഡ് ഷൈജു. ഞങ്ങൾ ബത്തേരി അസംഷൻ ഇടവക അംഗങ്ങളാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പിള്ളേരുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിലെ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ഏകദേശം മൊത്തം 5 വർഷത്തോളം, അവിടെ 5 വർഷമല്ല, മൊത്തം പുറത്തായിരുന്നു, ഞങ്ങൾ കുവൈറ്റിലായിരുന്നു. അവിടെ എല്ലായിടത്തും കൂടെ 5 വർഷത്തോളം ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ലാപ്രോസ്കോപ്പി ചെയ്തു അവിടെ ക്രാഫ്റ്റിൽ നിന്ന്, പിന്നെ മെഡിസിൻസ് എല്ലാം കഴിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇപ്പം ഏജ് ഓവർ 34 ആയതുകൊണ്ട് പിന്നെ ഇനി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതിൽ അർത്ഥമൊന്നുമില്ല, IVF ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ലേറ്റായി ഇൻ കേസ് പ്രഗ്നൻ്റ് ആയാൽ ചാൻസ് വളരെ കുറവാണ്. പോളിസിസ്റ്റിക് ഓവറി ആയിരുന്നു എനിക്ക്. അപ്പോൾ അതിന് ചാൻസ് വളരെ കുറവാണ് ഇത്രയും മെഡിസിനൊക്കെ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആവാത്തത് കൊണ്ട്. അങ്ങനെ ആകുവാണെന്നാണെങ്കിലും എന്തെങ്കിലും അബ്നോർമാലിറ്റികൾ ഉണ്ടായിരിക്കും മെഡിക്കൽ സയൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് IVF ഇപ്പോൾ ഈ 34 ഇയേഴ്സ് ആയിരുന്നു അന്ന്, IVF ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കേസിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ പിന്നെ IVF ചെയ്തിട്ട് തമ്പുരാൻ വിചാരിച്ചാൽ ഇപ്പോൾ ഒരു IVF കൊണ്ടൊന്നും IVF വേണ്ട, തമ്പുരാന് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരാൻ. ഞങ്ങൾ അതോടുകൂടി ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു 5 വർഷം കഴിഞ്ഞപ്പം. തമ്പുരാൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ 2016 ഓഗസ്റ്റിൽ ഞങ്ങൾ ലീവിന് വന്നപ്പോൾ, 1 മാസത്തെ ലീവിന് വന്ന് ഞങ്ങളിവിടെ 2 വെള്ളിയാഴ്ച, 2ാമത്തെയും 4ാമത്തെയും വെള്ളിയാഴ്ച ഇവിടെ ഏകദിനത്തിന് വന്നു. ഇതേപോലെ വെള്ളിയാഴ്ച കൺവെൻഷൻ വന്നു അല്ലേ? ഞങ്ങൾ ബത്തേരിയിൽ നിന്ന് വന്നു. എന്നിട്ട് ഒരു പ്രാവശ്യം വട്ടായിലച്ചനെ കണ്ടു. അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചെല്ലണം, നിങ്ങളിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും വേണം എന്ന് പറഞ്ഞു. അതൊക്കെ സംബന്ധിച്ച് ഞങ്ങൾ പോയി. അടുത്ത സെപ്റ്റംബർ മാസം തിരിച്ചു പോകുമ്പോഴത്തേക്കും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരുന്നു. 2017 കർത്താവേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായിരുന്നപ്പോ? 8 വർഷം കഴിഞ്ഞായിരുന്നു. 8 വർഷമായി. അങ്ങനെ 2017 മെയ് മാസം ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവരെടുത്ത ആ സ്റ്റെപ്പ് എനിക്ക് നല്ല ഇഷ്ടമായി. അതേ ഡോക്ടേഴ്സ് പറഞ്ഞ IVF നടത്തണം. IVF എന്ന് പറഞ്ഞാൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ. അതെന്താണെന്ന് വെച്ചാൽ സഭ അനുവദിക്കുന്നതല്ലത്. അത് പല ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് ശരിക്കും സഭ അനുവദിച്ചില്ല, ദൈവവചന വിരുദ്ധമായ സംഗതിയാണത്. ചില ആൾക്കാർ പറയും IVF നടത്തുന്നത് വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ചെയ്യാൻ പാടില്ലത്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് അതിനെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് അത് വേണ്ട, കർത്താവിൻ്റെ വചനം ലംഘിച്ചുള്ള കാര്യം വേണ്ട. അവർ തീരുമാനമെടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് അല്ലേ ഇതേപോലെ സാധാരണ നമ്മൾ വലിയ വരുന്ന വെള്ളിയാഴ്ച വന്നു അച്ചാച്ചൻ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞ കാര്യം ഒന്നും പറഞ്ഞു ചേച്ചി. അച്ഛൻ പറഞ്ഞു, ചേട്ടൻ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, നിങ്ങൾ എന്നും വെളുപ്പിന് 3 മണിക്ക് കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കണം. വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിൻ്റെ വഴി ചെല്ലണം. ഇങ്ങോട്ട് നോക്ക്, എത്ര മണിക്ക് എഴുന്നേക്കേണ്ടത്? 3 മണിക്ക്. ചെല്ലേണ്ടത് എന്താ? ആ കുരിശിൻ്റെ വഴി. മനസ്സിലായോ? പറഞ്ഞു ഹല്ലേലൂയ. അതാണ് പറയുന്നത്, ദൈവഭക്തി പരിശീലനത്തോടെയാണ് കയറി വരുന്നത്. ജ്ഞാനം അഭ്യസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്, ജ്ഞാനമാണ് എല്ലാത്തിനും അഭ്യസിപ്പിക്കുന്നത്. അവരെ സംബന്ധിച്ച്
പിന്നെ പറഞ്ഞു സാക്ഷ്യപ്പെടുത്തി കർത്താവിന് മഹത്വം കൊടുക്കണം. അത് സംബന്ധിച്ചു. എന്നിട്ട് പോയി അവരെന്ത് ചെയ്തു? വെളുപ്പിനെ എഴുന്നേറ്റ് 3 മണിക്ക് എഴുന്നേറ്റ് കുരിശിന്റെ വഴി ചൊല്ലി പ്രാർത്ഥിച്ച് ആ മാസം തന്നെ കർത്താവ് ബ്ലെസ് ചെയ്ത് തിരിച്ചു പോകുന്ന അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവാണ്. കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ വലിയ സ്നേഹവായ്പോടെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച്, ദൈവമേ, യേശുവിൻ്റെ തിരുരക്തത്താൽ, യേശുവിൻ്റെ തിരുനടത്താൽ എന്നെ ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ, പാപങ്ങൾ നീക്കണമേ, അന്ധകാരങ്ങൾ നീക്കണമേ, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രൈസ് ദ ലോർഡ്. Praise the Lord. എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, സംഹാര ദൂതൻ്റെ പ്രഹരമേൽക്കാതിരിക്കാൻ പുറപ്പാട് പുസ്തകത്തിൽ ദൈവമക്കൾക്ക് കൊടുക്കുന്നൊരു നിർദ്ദേശമുണ്ട്. പെസഹ കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് കട്ടിലപ്പടിയിന്മേൽ തളിക്കണം. കുഞ്ഞാടിൻ്റെ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ ആ ഭവനത്തെ കടന്നു പോകും. അതുപോലെ ശക്തമായ രക്തമാണ് യേശുവിൻ്റെ തിരുരക്തം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ചിന്തപ്പെട്ട നിർമ്മല രക്തമാണ്, പാപപരിഹാര രക്തമാണ് യേശുവിൻ്റെ രക്തം. ഞാനും നിങ്ങളും യേശുവിൻ്റെ പീഡാനുഭവത്തെ സ്നേഹത്തോടെ ധ്യാനിക്കുകയും യേശു കുരിശിൽ മരിച്ചത് എനിക്ക് വേണ്ടിയാണെന്നും യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെ എൻ്റെ എല്ലാ പാപങ്ങൾക്കുമുള്ള പരിഹാര ബലിയായി അവിടുന്ന് തന്നെ അർപ്പിച്ചുവെന്നും യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെ എൻ്റെ എല്ലാ പാപങ്ങളും നീക്കം ചെയ്യപ്പെട്ടുവെന്നും എൻ്റെ യേശു എൻ്റെ രക്ഷകനാണെന്നും എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എന്ന് അംഗീകരിക്കുന്നുവോ അന്ന് സ്വർഗത്തിൻ്റെ വലിയ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഒരു മനുഷ്യൻ ഈ ഭൂമിയിലിരിക്കുമ്പോൾ വളരെ അനുഗ്രഹം കൊണ്ടുവരുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു യുഗം മാറി മറ്റൊരു യുഗം ഉദിക്കാൻ കാരണമാകുന്ന 3 സംഗതികളുണ്ട്. ഒന്ന്, യേശു ക്രിസ്തു ജനിച്ചത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കൂടിയാണെന്ന് വിശ്വസിക്കണം. 2, യേശു ക്രിസ്തു സഹിച്ചതും യേശു ക്രിസ്തു ഏറ്റെടുത്ത പീഡകളും എൻ്റെ പാപപരിഹാരത്തിന് വേണ്ടിയായിരുന്നു എന്ന് കൂടി ഞാനും നിങ്ങളും മനസ്സിലാക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനെ അക്സെപ്റ്റ് ചെയ്യുന്ന, സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഉണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. സ്വർഗത്തെ സന്തോഷിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ് യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് ഒരു ദിവസം ഈശോ പ്രത്യക്ഷപ്പെട്ട് വെളിപ്പെടുത്തി കൊടുത്തൊരു വെളിപ്പെടുത്തൽ 369 ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: 1 വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന രക്തമൊലിപ്പിക്കുന്ന ചാട്ടവാർ അടികളേക്കാൾ വൈശിഷ്ട്യം എൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് 1 മണിക്കൂർ ധ്യാനിക്കുന്ന വ്യക്തിക്ക് ലഭിക്കും. ഒരു വ്യക്തി 1 വർഷം മുഴുവനും ഒരു വലിയ ചമ്മട്ടി ഉണ്ടാക്കി തൻ്റെ മേൽ ഭീകരമായും തന്നെ അടിച്ച് തൻ്റെ ശരീരം മുഴുവൻ ചോര ഒലിപ്പിക്കുന്ന വിധം ചമ്മട്ടി കൊണ്ട് അടിച്ച് 1 വർഷം മുഴുവനും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്നതിനേക്കാൾ ഏറെ ദൈവകൃപ, ഏറെ രക്ഷയുടെ അനുഭവം 1 മണിക്കൂർ നേരം യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച്, എനിക്കും നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ട യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുമെന്ന് യേശു ദർശനത്തിൽ വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ രക്തത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. എന്താണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത? അത് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. എങ്ങനെയാണ്? അവൻ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിലും പിതാവായ ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും യേശുവിൻ്റെ മേൽ ചുമത്തി. അവൻ പാപം ചുമക്കുന്ന കുഞ്ഞാടായി മാറി. അങ്ങനെ നമ്മുടെ പാപങ്ങൾ അവൻ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട്
കുരിശിലേക്ക് കയറി നമുക്ക് വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്നു. നമ്മുടെ പാപങ്ങൾ അവൻ്റെ ശരീരത്തിന് മേൽ എടുത്തു വെച്ചപ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളെ പ്രതി സഹിക്കേണ്ട ഓരോ വേദനയും യേശുവിൻ്റെ ശരീരത്തിൽ യേശു ഏറ്റെടുത്തു. യെശയ്യായുടെ പുസ്തകത്തിൽ 50-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ, അവൻ അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളുകളും കാണിച്ചു കൊടുത്തു. 129-ാം സങ്കീർത്തനത്തിൽ 3-ാമത്തെ തിരുലിഖിതം, അവർ എൻ്റെ മുതുകിൽ നീളത്തിൽ ഉഴുതു, അവർ ഉഴവ് ചാലുകൾ കീറി. ഒരു പൂട്ടി മറിച്ച കണ്ടം പോലെ, വയൽ പോലെ യേശുവിൻ്റെ ശരീരം ചമ്മട്ടിയടികളാൽ തകർന്ന ശരീരമായി മാറി. ശിരസ് മുതൽ പാദം വരെ അവൻ ചോരയിൽ കുതിർന്നവനായി. അവൻ കുരിശിൽ കടന്ന് പടഞ്ഞു മരിച്ചപ്പോൾ അവൻ്റെ മനസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. പാപത്തിൽ നശിക്കുന്ന ഓരോ ആത്മാക്കളുണ്ടായിരുന്നു. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി കൂടി ചിന്തപ്പെട്ട രക്തമാണ് യേശുവിൻ്റെ രക്തം. യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നിടത്ത്, യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് പ്രഘോഷിക്കുന്നിടത്ത് സാത്താൻ തകരുന്നു, അന്ധകാരങ്ങൾ വിട്ടുപോകുന്നു, നിത്യരക്ഷ അനുഭവം കർത്താവ് കൊടുക്കുന്നു. യേശുവിൻ്റെ രക്തത്താൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. തിരു രക്തത്തെക്കുറിച്ച് പറയുന്നതും തിരു രക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിനും വിലയുണ്ടെന്ന് നിരവധി സംഭവങ്ങളിലൂടെ യേശു വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അട്ടപ്പാട്ടിൽ തന്നെ ഉണ്ടായ ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. തിരുരക്തത്തെക്കുറിച്ചുള്ള ക്ലാസ് സിസ്റ്റർ സുനിത എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ തിരുരക്തത്തിൻ്റെ ക്ലാസ്സിൻ്റെ സമയത്ത് ഈ തിരുരക്തത്തെക്കുറിച്ചുള്ള പ്രഘോഷണം ഞാൻ വിലമതിക്കുന്നെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി യേശു ഒരു അത്ഭുതം ചെയ്തു. എൻ്റെ പേര് ലിജി, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോമോൻ. ഞങ്ങൾ കർണാടകയിലെ കൊടകിൽ നിന്ന് വരുന്നു. കർണാടകയിലുള്ള കുടക് ദേശത്തു നിന്നാണ് വരുന്നത്. കുടക്. എൻ്റെ ചേട്ടായിക്ക് ശരീരത്തിൻ്റെ സെൻസേഷൻ പോകുന്ന അസുഖമായിരുന്നു. ചൂടറിയില്ല, തണുപ്പറിയത്തില്ല, കൈ മുറിഞ്ഞാൽ ചോര വന്നാലും അറിയില്ല, ഒന്നും അറിയത്തില്ല. ശരീരത്തിൽ കൈ കൊണ്ട് കൊത്തിയാലോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം ഞങ്ങൾ കർണാടകയിൽ സെൻസേഷൻ പോയി. ഞങ്ങൾ കർണാടകയിൽ കുറേ ഡോക്ടർമാരെ കാണിച്ചു, കേരളത്തിൽ കാണിച്ചു, തമിഴ്നാട്ടിലെ ചെന്നൈയിലെ ഡോക്ടറിന് ഒരു റിപ്പോർട്ട് അയച്ചു കൊടുത്തു. അപ്പം എല്ലാവരും ഞങ്ങളെ കൈവിട്ടു. അവർ പറയുന്നത് ഇത് 1000-ൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്, ഒരു റയർ രോഗമാണ്. ഇതിനെക്കുറിച്ച് യാതൊരു ഇതിന് സയൻസിൽ ഇതിന് ട്രീറ്റ്മെന്റ് കണ്ടുപിടിച്ചിട്ടില്ലെന്നാ പറഞ്ഞവര്. എൻ്റെ ദൈവമേ, അതായത് കൈ മുറിഞ്ഞാൽ അറിയല, ഒന്നും അറിയത്തില്ല. കുളിക്കുമ്പോൾ വെള്ളം ഒഴിച്ചാൽ ഒരു സൈഡിൽ തണുപ്പറിയും, ഒരു സൈഡ് ഒന്നും അറിയില്ല. നടക്കുമ്പോൾ കാല് കുത്തിയാൽ അറിയത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പം പിന്നെ അവസാനം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI സ്കാൻ എടുത്ത് നോക്കാം, ഇതെന്താണെന്ന് അറിയണമല്ലോ. അങ്ങനെ ഞങ്ങൾ MRI സ്കാൻ എടുത്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ചേട്ടായുടെ നെർവ്സിലെ കോട്ടിങ്സ് പോകുന്നത്. അതായത് നമ്മുടെ ഞരമ്പിന് ഓരോ കോട്ടിംഗ് ഉണ്ട്, അത് ഓരോന്നോരോന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ പോയ കോട്ടിങ്സ് ഒന്നും ഇനി ജീവിതത്തിൽ തിരിച്ചു വരികയല്ല, പിന്നെ ഒരു ട്രീറ്റ്മെൻ്റ് ഉള്ളത് അത് നിങ്ങൾ മരുന്നെടുത്താൽ കൂടി ഒരു 50% നിങ്ങൾക്ക് ചാൻസ് ഉള്ളൂ, എന്നാലും ചെയ്യാം, പക്ഷേ എനിക്കിതിന് എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, നിങ്ങൾ മംഗലാപുരത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ മംഗലാപുരത്തോട്ട് വിട്ടു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി 2 മാസം അവിടുന്ന് മരുന്ന് കഴിച്ചു. അപ്പോൾ 2 മാസം കഴിഞ്ഞപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും മരുന്ന് കഴിച്ചില്ലേ കുറച്ചൊക്കെ മാറ്റം കാണും, അപ്പോൾ ഒന്നും കൂടി നമുക്ക് MRI സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി സ്കാൻ ചെയ്തു. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ആദ്യം സ്കാൻ ചെയ്തപ്പോൾ ഉണ്ടായതിന് അത് ചേട്ടായിൻ്റെ ബ്രെയിനിൽ നിറച്ചും പാച്ചസ് ആയിരുന്നു, കുത്ത്. അപ്പോൾ രണ്ടാമത് സ്കാൻ ചെയ്ത് നോക്കുമ്പം ഈ കുത്ത് ഇരട്ടിയായിരിക്കുന്നു. 2 മാസം ഞങ്ങൾ മരുന്ന് കഴിച്ചു, എന്നിട്ടും സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഇരട്ടിയായിരിക്കുക. അപ്പോൾ ഡോക്ടറിന് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഡോക്ടർ പിന്നെ സ്കാൻ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലും തന്ന് ഇനി 1 മാസം കൂടി മരുന്ന് കഴിച്ചോളാൻ പറഞ്ഞ് ഞങ്ങളങ്ങ് വിട്ടു. ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാ ഡോക്ടർമാരും വിട്ടിരിക്കുക, ആർക്കും ഇതിനെന്താ. ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പറയും വേറൊരു ഡോക്ടറെ അടുത്ത് പോക്കുക, അങ്ങനെ വിട്ടു. അപ്പോൾ വീട്ടിലെത്തിയ പാടെ ഞങ്ങളുടെ കോൺവെൻറ്റിൽ ഒരു സിസ്റ്റർ വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ 5 ദിവസത്തെ ധ്യാനത്തിന് ഡേറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞ് ഫോൺ വച്ചപ്പോഴേക്കും എൻ്റെ ഒരു അങ്കിൾ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ബാംഗ്ലൂർ ഒരു ഫേമസ് ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് നിനക്ക് കിട്ടിയിട്ടുണ്ട്, അതിന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 ഒരേ ദിവസമാണ് വരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും നമുക്ക് ധ്യാനത്തിന് പോകാം, അപ്പം അച്ഛൻ എന്താണോ പറയുന്നത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഒരു കാര്യം ദൈവം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു പരീക്ഷണം ഉണ്ടാവും, പരീക്ഷണത്തിൽ ജയിക്കണം. അപ്പോൾ ഇവിടെ ശരിയായ സമയത്ത് ഉടനെ അവിടെ ശരിയാവും. എന്നിട്ട് അങ്ങനെ 2ാമത്തെ ദിവസം ഞങ്ങൾക്ക് കുമ്പസാരം കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി വരുമ്പം അവിടെ സുനിത സിസ്റ്റർ നിന്നിട്ട് തിരുരക്തത്തിൻ്റെ ക്ലാസ് എടുക്കുമായിരുന്നു. അപ്പോൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് ശേഷം സ്തുതിക്കുന്ന സമയത്ത് സിസ്റ്റർ ഒത്തിരി പേർക്ക് സൗഖ്യപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സങ്കടമായി, എൻ്റെ ഈശോയെ എൻ്റെ ചേട്ടായിനൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നാക്കങ്ങ് വായിലോട്ടില്ല. അപ്പോഴേ തരന്ന് സിസ്റ്റർ പറയുന്നു ഇങ്ങനെ സെൻസേഷനായ ഒരു മകനെ ദൈവം തൊട്ട് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു.
അന്ന് ഞങ്ങൾ ധ്യാനം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞ് പോയി വീട്ടിലെത്തി. ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോഴേക്കും ചേട്ടൻ്റെ കൈയൊക്കെ ഒത്തിരി മാറ്റം വരാൻ തുടങ്ങി. പതുക്കെ സെൻസേഷൻ വന്നു. ചേട്ടൻ്റെ കൈ ആണെങ്കിൽ തിളയ്ക്കുക ചെയ്യുന്നു. ചേട്ടൻ ലെക്ചറാണ്. അപ്പോൾ ബോർഡിൽ എഴുതാൻ നേരത്ത് ചോക്കുപടി കയ്യിൽ വീണാൽ കൈ തിളയ്ക്കും. വേദനയല്ല, നമ്മൾ ഗ്യാസ് കത്തിച്ച് വെച്ചാൽ അതിൻ്റെ മുകളിൽ കൈ അങ്ങനെ വെക്കും. അങ്ങനെ തിളയ്ക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ടുകൊണ്ട് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഒത്തിരി മാറി. അപ്പോൾ അവസാനം ചേട്ടായി പറഞ്ഞു, നമുക്കൊന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം, എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയാം. അപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പോയപ്പോൾ 2 ആഴ്ച മുമ്പ് പോയി സ്കാൻ ചെയ്തു. തലയിലുണ്ടായിരുന്ന ഒരൊറ്റ പാച്ചസ് പോലും ഇപ്പോഴില്ല. കുത്തുകുത്തായിരുന്ന എല്ലാം അപ്രത്യക്ഷമായി. ബ്രെയിൻ സൗഖ്യം പെട്ട് ഡോക്ടറിന് തന്നെ അതിശയമായി. കാരണം ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ മരുന്ന് കഴിച്ചാൽ 50% അത്രയും സുഖം പ്രാപിക്കത്തുള്ളൂ, വേറെ ഒരു ചാൻസും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ കൈക്ക് നല്ല സെൻസേഷൻ ഉണ്ട്, വേദനയില്ല, ബേണിംഗ് സിസ്റ്റം ഇല്ല, ഒന്നുമില്ല. ദൈവം തൊട്ട് ബേണിംഗ് എക്സ്പീരിയൻസ് അതൊക്കെ പോയി, എല്ലാം പോയി. അതുപോലെ എൻ്റെ 2 പിള്ളേരുണ്ട്. അപ്പോഴും അസുഖമായിരുന്നു 2 പേർക്കും. ഒരു ദിവസം എൻ്റെ കൊച്ച് പെട്ടെന്ന് ബോധം കെട്ട് അങ്ങനെ ഒരു അവസ്ഥ വന്നായിരുന്നു. എപ്പോഴും ഒരാൾക്ക് മാറുമ്പോൾ വേറെ ഒരാൾക്ക്. ഞങ്ങൾക്ക് 4 പേർക്ക് കണ്ടിന്യൂസ് രോഗം വരുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, ഒരു അസുഖവും ഇല്ല. ദൈവം ഞങ്ങളെ തൊട്ട് കുടുംബത്തിന് രോഗത്തെ എൻ്റെ അസുഖത്തിൻ്റെ പേര് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നാണ്. അത് 10,000-ൽ ഒരാൾക്കാണ് വരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. റയർ അസുഖം. പക്ഷേ എൻ്റെ ദൈവം എന്നെ തൊട്ട് സുഖപ്പെടുത്തി. എന്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിട്ടിട്ടില്ല. ഒരിക്കലും എന്നെ കൈവിടില്ല. വിശ്വാസമുണ്ട്. ഒരിക്കലും എന്നെ കൈവിടില്ല. സെൻസേഷൻ എല്ലാം കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടാണ് പലപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. കാരണം ചോക്ക് പീസ് എൻ്റെ നെർവസിൽ വീണാൽ നെർവസ് ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് പിള്ളേരുടെ മുമ്പിൽ ഞാൻ നാണം കെട്ടിട്ടാണെങ്കിലും ഗ്ലൗസ് ഇട്ടിട്ട് ഞാൻ 2-3 ദിവസം ക്ലാസ് എടുത്തു. പക്ഷേ ധ്യാനം കഴിഞ്ഞ് പോയേ പിന്നെ ഒരിക്കലും ഞാൻ ഗ്ലൗസ് ഇടേണ്ട. തിരുരക്തം, യേശുവിൻ്റെ തിരുരക്തം വിശ്വസിക്കണ്ട. യേശുവിൻ്റെ തിരുരക്തത്തെക്കുറിച്ച് പ്രബോധനം നടത്തിയിട്ട് സിസ്റ്റർ പറഞ്ഞു, ഇതാ യേശുവിൻ്റെ തിരുരക്തത്തിന് ശക്തിയുള്ളത് നിങ്ങളെല്ലാവരും അറിയേണ്ടതിന് ഈ സമൂഹത്തിരിക്കുന്ന ബ്രെയിനിൽ പാച്ചസ് ഉള്ള ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. അതായത് സെൻസേഷൻ സംബന്ധമായ പ്രോബ്ലംസ് മാറുന്നു എന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നതായിട്ട് സിസ്റ്റർ അനൗൺസ് ചെയ്തു. അതേപോലെ ഈ മകന് സംഭവിച്ചു. അങ്ങനെ ഇത് 10,000-ൽ ഒരാൾക്കുള്ളൊരു അസുഖമാണെന്ന് ഓർക്കണം. അതാണ് അങ്ങനെ അപ്രത്യക്ഷമായത്. അപ്പം ആ ധ്യാനത്തിൽ ഇരുന്ന് എല്ലാവർക്കും അങ്ങനെ ഇല്ലായിരുന്നു, ഈ ഒറ്റ ആൾക്കുണ്ടായിരുന്നുള്ളൂ. അതാണ് അങ്ങനെ അപ്രത്യക്ഷമായത്. യേശുവിൻ്റെ തിരുരക്തത്തിൽ വിശ്വസിക്കണം. ഈ ഒരു കാര്യം നമ്മളോട് പറയാൻ വേണ്ടി ഇവർ കർണാടകം അല്ല കൊടക് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിരുരക്തത്തെക്കുറിച്ച് ധ്യാനിക്കുന്നതിന് ശക്തിയുണ്ട്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ കുടുംബങ്ങളിൽ നിന്ന് അനേക കാലങ്ങളായുള്ള തിന്മയുടെ ആധിപത്യങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, കരങ്ങൾ കൂപ്പി യേശുവിൻ്റെ തിരുരക്തം നമുക്ക് ധ്യാനിക്കാം. യേശു ക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തെ ധ്യാനിക്കാം. അവൻ പാപം ചുമക്കുന്ന കുഞ്ഞാടായി ലോകത്തിലേക്ക് വന്നു. സാത്താൻ ഞെട്ടിവിറയ്ക്കുന്ന അത്ഭുത ശക്തിയാണ് യേശുവിൻ്റെ തിരുരക്തത്തിൽ. സകല തരത്തിലുള്ള തിന്മകളെയും നീ ദൂരീകരിക്കുന്ന അത്ഭുത ശക്തിയുണ്ട് യേശുവിൻ്റെ തിരുരക്തത്തിന്. ധ്യാനിച്ച് വലിയ സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ തിരുരക്തമേ, എല്ലാ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ തിരുരക്തം വ്യാപരിക്കട്ടെ. എല്ലാ ആത്മാക്കളുടെ മേൽ യേശുവിന്റെ തിരുരക്തം വ്യാപരിക്കട്ടെ. കഠിന മദ്യപാനത്തിന്റെ ബന്ധനത്തിരിക്കുന്ന ആത്മാക്കളുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ തിരുരക്തം വ്യാപരിക്കട്ടെ. കഠിന പാപത്തിന്റെ ബന്ധനത്തിരിക്കുന്നവർ യേശുവിന്റെ തിരുരക്തം വ്യാപരിക്കട്ടെ. ആർക്ക് മാറ്റാൻ പറ്റാത്ത വിധമുള്ള കഠിന ദുർസ്വഭാവങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ യേശുവിന്റെ തിരുരക്തം വ്യാപരിക്കട്ടെ. കഠിന രോഗങ്ങൾ തിരുരക്തത്താൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശുവിന്റെ തിരുരക്തം സൗഖ്യം പ്രാപിക്കട്ടെ.
ചികിത്സയില്ലാത്ത രോഗങ്ങൾ യേശുവിന്റെ തിരുരക്തം സൗഖ്യം പ്രാപിക്കട്ടെ. ബുദ്ധി ബന്ധിക്കുന്ന കുട്ടികളിൽ നിന്ന് ബുദ്ധിയുടെ കെട്ടുകൾ യേശു രക്തത്തിൽ അഴിയട്ടെ. യേശു രക്തത്താൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അനേക വർഷങ്ങളെ പിശാച് കെട്ടിയിരുന്ന ആത്മാക്കൾ യേശു രക്തത്തെ വിടുതൽ പ്രാപിക്കട്ടെ. ബന്ധിക്കപ്പെട്ട കുടുംബങ്ങൾ യേശു രക്ത വിടുതൽ പ്രാപിക്കട്ടെ. ശാപക്കെട്ടുകൾ യേശു രക്തത്താൽ ഇപ്പോൾ നീങ്ങിപ്പോകട്ടെ. എല്ലാ കുടുംബങ്ങളും യേശു രക്തത്താൽ വിടുതൽ പ്രാപിക്കട്ടെ. വിടുതലിന്റെ മഹോത്സവം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഓ യേശുവിന്റെ തിരു രക്തമേ.